വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വൻപയർ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണിന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വൻപയർ ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇനി നമുക്ക് കടുകിട്ട് 1 ടീസ്പൂൺ അളവിൽ കടുകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മളതിൻ്റെ അകത്തേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറച്ചധികം ചെറിയ ഉള്ളിയും, അത് നിങ്ങൾ എടുക്കുന്ന വൻപയറിന് അളവിലുള്ളത് ചേർക്കാം, അതിനാവശ്യമായിട്ടുള്ളത് ചേർക്കാം. അതേപോലെ ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ 1-2 ഉണക്കമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. അപ്പോൾ വെളുത്തുള്ളിയും കുറച്ചളവ് ഒരു 3-4 എണ്ണം, അത് നിങ്ങളുടെ ആ ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് നന്നായിട്ട് മൊരിയിച്ചെടുക്കണേ. നമുക്ക് ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ആവശ്യമാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയറാണ്. വേറെ ഒരു അലങ്കാരങ്ങളും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, ഭയങ്കര ഒരു നല്ല ടേസ്റ്റാണ്. ഇനി നമ്മളിത് നന്നായിട്ട് ഈ ഉള്ളിയൊക്കെ മൊരിഞ്ഞതിലേക്ക് വൻപയറിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന, എന്നാൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്ത എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പയർ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വൻപയർ തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ തേങ്ങയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി ഇപ്പോൾ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.